അഡിനോയിഡ് ഉണ്ടോ നിങ്ങളുടെ കുട്ടികൾക്ക്? അഡിനോയിഡ് കാരണം ബുദ്ധിമുട്ടുകയാണോ നിങ്ങളുടെ കുട്ടികൾ? എങ്ങനെ അഡിനോയിഡ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം? സർജറി അല്ലാതെ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് ടെൻഷൻ അടിച്ചിരിക്കുകയാണോ നിങ്ങൾ? എങ്ങനെ അഡിനോയിഡും നോർമലായിട്ടുള്ള ജലദോഷം തമ്മിൽ തിരിച്ചറിയാം? ഞാൻ ഡോക്ടർ ഫാസില ജസാഖ്, ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട്, നടക്കാവ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അഡിനോയിഡ് ഗ്രന്ഥിനെ കുറിച്ചാണ്. അഡിനോയിഡ് എന്ന് പറയുന്നത് പലരും കേട്ടിട്ടുണ്ടാകും, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുള്ള പാരൻസ് എന്തായാലും കേട്ടിട്ടുണ്ടാകും. എന്താണ് അഡിനോയിഡ്? എല്ലാവർക്കും അഡിനോയിഡ് ഉണ്ടോ? അഡിനോയിഡ് എല്ലാവർക്കും ഉണ്ട്, എല്ലാ കുട്ടികൾക്കും ഉണ്ട്. മുതിർന്ന ആളുകളിൽ അഡിനോയിഡ് ഇല്ല. അഡിനോയിഡ് ഒരു 12 വയസ്സാകുമ്പോഴേക്കും എന്ത് ചെയ്യും? ചുരുങ്ങിപ്പോവും. നിങ്ങൾ തൊണ്ടയിൽ കയലുണ്ടെന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ നിങ്ങളുടെ മൂക്കിൻ്റെ പുറകുവശത്ത്, അതായത് മൂക്കിൻ്റെ ബാക്കിലായിട്ട് കാണുന്ന ഒരു കയല അല്ലെങ്കിൽ ഒരു ദശ എന്നൊക്കെ പറയും. പ്രത്യേകിച്ചും കയല എന്ന് പറയുന്നതായിരിക്കും കൂടുതലായിട്ട് ശരിയാവുന്നത്. അതായത് നമ്മൾ മൂക്കിലൂടെ നോക്കുമ്പോൾ ആ കാണുന്ന ദശയല്ല, അല്ലാണ്ട് നമ്മൾ ടോർച്ച് അടിച്ച് വായിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തൊണ്ടയിലെ കയല നമുക്ക് മനസ്സിലാവും. പക്ഷെ അതുപോലെ ഒന്നും ഇത് കാണില്ല. അത് നമ്മൾ എക്സ്റേ എടുക്കുക അല്ലെങ്കിൽ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കാണുള്ളൂ. എങ്ങനെ നിങ്ങളുടെ കുട്ടികൾക്ക് കയല ഉണ്ടെന്ന് തിരിച്ചറിയാം? അതായത് അഡിനോയിഡ് കയല വലുതായിട്ടുണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയാം? അതിനു മുമ്പ് എന്താണ് ശരിക്കും അഡിനോയിഡ്? എന്തിനു വേണ്ടിയാണ് ഈ അഡിനോയിഡ്? അഡിനോയിഡ് എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മളുടെ കുട്ടികൾക്ക് കൂടുതൽ പ്രതിരോധ ശക്തി, അതായത് കയല എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ അരിപ്പയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതും ഒരു അരിപ്പ തന്നെയാണ്. ഇതൊരു കയല ആയതുകൊണ്ട് ഇതും ഒരു അരിപ്പ തന്നെയാണ്. അത് നമുക്കൊരു ഇൻഫെക്ഷൻ വരിക, അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ, അല്ലെങ്കിൽ വൈറസ്, അല്ലെങ്കിൽ ഒരു ജെംസ്, എന്തെങ്കിലും ഒരു ജേം നമ്മളുടെ ബോഡിയുടെ അകത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതിനെ നമ്മളുടെ ബോഡിയിലോട്ട് വരാത്തതിന് അവിടെ വെച്ച് തന്നെ ഇതിനെ നശിപ്പിക്കും. ആ സമയത്ത് എന്ത് ചെയ്യും? ഇത് വലുതാവും. അത് കോമൺ ആയിട്ട് വലുതാവുന്നതാണ്. ഒരു 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ ഇതിൻ്റെ സൈസ് നോർമലായിട്ട് എല്ലാ കുട്ടികളും വലുതാവും. പക്ഷെ ആ വലുതാവുന്നത് അധികമാവുന്നത് ഒരു ഇൻഫെക്ഷൻ വരുന്ന സമയത്തല്ലാണ്ട് എപ്പോഴും വലുതായിട്ടിരിക്കുക, അതിൻ്റെ സൈസ് ഒരു 12 വയസ്സായിട്ടും കുറയാതിരിക്കുക, അപ്പോഴൊക്കെയാണ് നമ്മൾ അഡിനോയിഡ് എന്ന് പറയുന്നത്. ഇനി പറയുന്ന ലക്ഷണങ്ങളും കൂടെ ഉണ്ടാകണം. അതായത് നമുക്ക് ഒരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് കുട്ടി രാത്രി എപ്പോഴും കൂർക്കം വലിക്കുക, വായ തുറന്നുറങ്ങുക, എപ്പോഴും ജലദോഷം. അതായത് നോർമലി ഒരു ജലദോഷത്തിന് നമുക്ക് കൂർക്കം വലിയൊക്കെ ഉണ്ടാകും, പക്ഷെ അതൊരു മാക്സിമം ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചൻ്റെ ഉള്ളിൽ മൂക്കടപ്പൊക്കെ മാറും. ഇത് എപ്പോഴും മൂക്കടപ്പായിരിക്കും. നമ്മൾ മൂക്കിലുള്ള ലക്ഷണങ്ങൾ നോക്കാം. മൂക്കിലുള്ള ലക്ഷണങ്ങൾ വെച്ചാൽ മൂക്കിൻ്റെ വായിലെ ലക്ഷണങ്ങൾ നോക്കിയാൽ മൂക്ക് എപ്പോഴും അടഞ്ഞിട്ടായിരിക്കും. ഞാൻ പറഞ്ഞു എന്താണ്, മൂക്കിൻ്റെ പുറകിലുള്ളതായിരിക്കും. അപ്പോൾ ആ മൂക്കിൻ്റെ പുറകിൽ ഒരു കയല വലുതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഭാഗത്ത് അത് കുറച്ചുകൂടി വീർത്ത് വരുമ്പോൾ എന്ത് ചെയ്യും? ശ്വാസം പോകാനോ അല്ലെങ്കിൽ എയർ പോകാനുള്ള ഗ്യാപ്പ് കുറയും. അപ്പോൾ എന്ത് ചെയ്യും? രാത്രി ഉറക്കത്തിലൊക്കെ എന്ത് ചെയ്യും? കിടക്കുന്ന സമയത്ത് കൂർക്കം വലിക്കും. പിന്നെന്ത് ചെയ്യും? മൂക്ക് കൊണ്ട് സംസാരിക്കുന്ന പോലെയാണ് തോന്നുക. പിന്നെ എന്ത് ചെയ്യും? മൂക്ക് കൊണ്ട് ശ്വാസം എടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമുക്ക് മാർഗം എന്ന് പറയുന്നത് വായ വെച്ചിട്ട് ശ്വാസം എടുക്കുക എന്നാണ്. ആ സമയത്ത് എന്ത് ചെയ്യും? കൂടുതലായിട്ട് വായ വെച്ചിട്ടായിരിക്കും ശ്വാസം എടുക്കുക. ഇത് കാരണം വായ നാറ്റം കൂടുതലായിരിക്കും. കൂടാതെ കുട്ടി കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളോളം ഇങ്ങനെ വായ വെച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ ശ്വാസം എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വായ തുറന്നായിരിക്കും കുട്ടി എപ്പോഴും ഉറങ്ങുക. അപ്പോൾ അഡിനോയിഡ് ഉള്ള ഒരു കുട്ടിയുടെ മുഖം നമുക്ക്, അതായത് ഒട്ടും ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്ത, തീരെ ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ അറിയാണ്ട് പോകുന്ന കുട്ടികളിലാണ് ഇങ്ങനെ ഉണ്ടാവുക. അവരുടെ മുഖം കുറച്ചും കൂടി നോർമൽ ഒരു കുട്ടീനെക്കാട്ടിലും കുറച്ചൊരു നീണ്ട മുഖമായിരിക്കും. അവരുടെ മുൻഭാഗത്തെ പല്ലിൻ്റെ ഒക്കെ അലൈൻമെൻറ്റ് തെറ്റിയിട്ട് കുറച്ചുകൂടി തള്ളിങ്ങാണ്ട് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അവരുടെ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്ന ഒരു ചിത്രത്തിൽ നോക്കിയാൽ മതി. ഇത് കണ്ടോ? ഈ കുട്ടിയുടെ പല്ലൊക്കെ ആകെ മാറിയിട്ടുണ്ട്, മുഖത്തിൻ്റെ ഷേപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഇത് നമ്മൾ ഒട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കാത്തതുകൊണ്ടാണ്. പിന്നെ ഉണ്ടാകുന്നത് ചെവിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ചെവിയിലെ പ്രശ്നം വെച്ചാൽ നമ്മളുടെ എന്ത് ചെയ്യും? ചെവി ഇതേപോലെ അടയും. ചെവി എപ്പോഴും പൊട്ടി ഒലിച്ചും കൊണ്ടായിരിക്കും. നിങ്ങൾക്ക് എപ്പോഴും ഇൻഫെക്ഷൻ വരുന്ന ഒരു കുട്ടിയാണ്, അതായത് എപ്പോഴും ജലദോഷം അല്ലെങ്കിൽ കഫക്കെട്ട് ഇതൊക്കെ വരുന്ന, നീർക്കെട്ടൊക്കെ വരുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ കുട്ടിയുടെ ചെവിയും കൂടിയും ശ്രദ്ധിക്കുക. അതേപോലെ കൂർക്കം വലിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കുട്ടിക്കും അഡിനോയിഡ് ആയിരിക്കും. ചെവി എപ്പോഴും പൊട്ടി ഒലിക്കും, കുട്ടി ചെവി വേദന ഉണ്ടെന്ന് പറയും, കുട്ടിക്ക് കേൾവി കുറവില്ല പോലെ തോന്നും. പിന്നെ കുട്ടികൾ എന്ത് ചെയ്യും? സംസാരിക്കാൻ കുറച്ച് ലേറ്റ് ആവും. പിന്നുള്ളത് രാത്രി കൂർക്കം വലി കാരണം പല കുട്ടികളും എന്ത് ചെയ്യും? ശ്വാസം കിട്ടാണ്ടൊക്കെ എന്ത് ചെയ്യും? രാത്രി പെട്ടെന്ന് എണീക്കും. ഉറക്കത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഉറക്കത്തിൻ്റെ ഇടയിൽ കൂർക്കം വലിക്കും, കറക്റ്റായിട്ട് ഉറങ്ങാൻ പറ്റില്ല. ഉറക്കത്തിൻ്റെ ഇടയിൽ കുട്ടികൾ പോലും അറിയുണ്ടാവില്ല, അവർ എണീറ്റിരിക്കും ശ്വാസം കിട്ടാണ്ട്. പെട്ടെന്ന് സ്ലീപ്പ് അപ്നിയ എന്ന് പറയാം. അറിയാതെ ശരിക്കും അവർ ശ്വാസം കിട്ടില്ല, പെട്ടെന്ന് അവർ എണീക്കും, എന്നിട്ട് അവർ കിടക്കും. ഈ കറക്റ്റായിട്ട് ഉറക്കം കിട്ടാണ്ടായിരുന്നാൽ എന്ത് സംഭവിക്കും? ആർക്കും ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിലും എന്ത് ചെയ്യും? രാവിലെ എണീക്കുമ്പോൾ ക്ഷീണം ഉണ്ടാവില്ല. കുട്ടിക്ക് രാവിലെ ഉറക്കം തൂങ്ങിയിട്ടായിരിക്കും. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ടീച്ചേഴ്സ് പറയും കുട്ടി എപ്പോഴും ഉറക്കം തൂങ്ങിയാണ് കുട്ടിക്ക് ആരോഗ്യം ഉണ്ടല്ലോ. ഉറക്കമില്ലെങ്കിൽ തന്നെ കുട്ടിയുടെ ആരോഗ്യം ക്ഷയിക്കും. കുട്ടിക്ക് എപ്പോഴും വീണ്ടും വീണ്ടും ജലദോഷം വരാനുള്ള ചാൻസ് കുറവായിരിക്കും. കുട്ടിക്ക് പഠിച്ചാൽ ഒന്നും മനസ്സിലാവില്ല, കുട്ടിയുടെ വളർച്ച കുറയും. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് അഡിനോയിഡ് നോർമലായിട്ട് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അഡിനോയിഡ് വരാൻ കാരണമാവുന്നത് എന്തൊക്കെയാണ്?
അഡിനോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് എന്നാൽ ഞാൻ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ഫാമിലി ടെൻഡൻസി ഉണ്ടെങ്കിൽ, അതായത് പാരൻസിന് അല്ലെങ്കിൽ കൂടെയുള്ള ചേട്ടന്മാർക്ക് അല്ലെങ്കിൽ ചേട്ടത്തിമാർക്കൊക്കെ ഉണ്ടെങ്കിൽ കുട്ടിക്കും വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ഇനി അലർജി ടെൻഡൻസി ഉള്ള ഒരു ഫാമിലിയാണ്, അലർജി ഹിസ്റ്ററി അല്ലെങ്കിൽ കുട്ടിക്ക് അലർജി ഉണ്ട് പൊടിയിനോട് അല്ലെങ്കിൽ പൂമ്പൊടിനോട്, തണുത്ത ഫുഡിനോട്, ഇതിനോടൊക്കെ അലർജി ഉണ്ടെങ്കിൽ അഡിനോയിഡ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിന് കാരണം നമ്മളൊരു ജലദോഷം വന്നു, സത്യത്തിൽ ഇതൊരു സൈക്കിളായിട്ടാണ് നടക്കുന്നത്. ജലദോഷം വരുമ്പോൾ എന്ത് ചെയ്യും, ഇതൊരു ആ ഇൻഫെക്ഷനെ വരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ കയൽ കുറച്ച് വലുതാവും. അപ്പം എന്ത് ചെയ്യും, അവിടെ തീരെ ശ്വാസം കിട്ടാതെ ഒരു അഡിനോയിഡുള്ള കുട്ടീനെ നന്നായിട്ട് വലുതാകുമ്പോൾ എന്ത് ചെയ്യും, വീണ്ടും ഈ അടപ്പ് കാരണം, അതായത് ഒരു ഗ്യാപ്പ് കുറവ് കാരണം എന്ത് ചെയ്യും, വീണ്ടും ജലദോഷം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ജലദോഷം കൂടുന്നു, കൈല വലുതാവുന്നു, വീണ്ടും ജലദോഷം വരുന്നു. ഇത് ഇങ്ങനെ സൈക്കിളായിട്ട് വന്നിട്ട് കുട്ടിക്ക് ജലദോഷം മാറി ഒരു ടൈം ഉണ്ടാവില്ല. ഇത് കുട്ടിയുടെ വളർച്ചേനെയും സംസാരത്തിനെയും കോൺഫിഡൻസിനെയും പഠനത്തിനെയും എല്ലാം ബാധിക്കാനുള്ളത്. പിന്നെ കുട്ടിയുടെ അപ്പിയറൻസ്, അതായത് ആ മുഖത്തിൻ്റെ ഇതൊക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അലർജി ഉണ്ടെങ്കിൽ അതായത് അതിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അലർജി മാറ്റുക. അപ്പോൾ ഫാമിലി ടെൻഡൻസി, അലർജി, പിന്നെ വൈറ്റമിൻ ഡിയുടെ കുറവുള്ള കുട്ടികൾ, വൈറ്റമിൻ B12 കുറവുള്ള കുട്ടികൾ, പിന്നെ എപ്പോഴും അസിഡിറ്റി, ഗ്യാസ് ഇങ്ങനെ തേട്ടി വരുന്ന കുട്ടികളിലും ഇത് കാണാറുണ്ട്. പിന്നെ നമ്മൾ പൊല്യൂഷൻ, അതായത് ഓവറായിട്ട് പൊല്യൂഷനും വണ്ടിയുടെ പുകയും അങ്ങനെ ആകെ പുകയൊക്കെ ഉള്ള ഒരു അല്ലെങ്കിൽ പൊടിപടലങ്ങളൊക്കെ ഉള്ള ഏരിയയുള്ള കുട്ടികൾക്കും എന്തുണ്ടാവാറുണ്ട്, ഇത് കയ്യിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഇതിന് കൂടുതൽ കാരണമാകുന്നത്. ഇനി നമുക്ക് വീട്ടിൽ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ കുട്ടിക്ക് അഡിനോയിഡ് ഉണ്ട്, ചെറിയ തോതിലുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മൾ ചെറിയ തോത് വലിയ തോത് നമ്മൾ 4 ഗ്രേഡായിട്ട് തിരിക്കും. അതിൽ ഫസ്റ്റ് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ അഡിനോയിഡിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഒരു 25% വരെയുള്ളൂ. ഇതിന് വലിയ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ചെറുതായിട്ടൊരു ജലദോഷമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും, അത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നല്ലോ. ഇനി അടുത്തെന്ന് പറയുന്നത് രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ജലദോഷം ഉണ്ടാവും, കയ്യിൽ കുറച്ചും കൂടി ഒരു 25 to 50%. അതാണ് സെക്കൻഡ് ഗ്രേഡ് എന്ന് പറയുന്നത്. നമുക്ക് നിങ്ങളോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കുട്ടിക്ക് സെക്കൻഡ് ഗ്രേഡാണ്, ഫസ്റ്റ് ഗ്രേഡാണ്, തേർഡ് ഗ്രേഡാണ് എന്നൊക്കെ പറയും. ഈ തേർഡ് ഗ്രേഡ് ആകുമ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും ജലദോഷം, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഈ തേർഡും ഫോർത്തും ഒക്കെയാണ് നമ്മൾ എന്തായാലും എപ്പോഴും അതിൻ്റെ അലർജി ടെൻഡൻസി ഉണ്ടെങ്കിൽ അലർജി മാറ്റണം. ഈ തേർഡ് ഗ്രേഡിൽ വരുന്നത് എന്താണ്, ഒരു 50 to 75% വരെ ഈ കൈലയുടെ സൈസ് കൂടിയിട്ടുണ്ടെങ്കിൽ അഡിനോയിഡിൻ്റെ സൈസ് കൂടിയിട്ടുണ്ടാകും. ഇത് കുട്ടിയുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ വരും. ഇനി 75% നമ്മൾ ഫോർത്ത് ഗ്രേഡ് എന്ന് പറയും. ഇത് കുട്ടിക്ക് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാകും, മുഖത്തുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാകും, കുട്ടിയുടെ ക്യാരക്ടറിൽ മാറ്റം വരുത്തിയിട്ടുണ്ടാകും, കുട്ടിയുടെ വളർച്ചയിൽ, ഉറക്കത്തിൽ കൂടുതൽ കുട്ടീനെ ബാധിച്ചിട്ടുണ്ടാകും. ഇതാണ് ഫോർത്ത് ഗ്രേഡ് എന്ന് പറയുന്നത്. നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റും. ഞാൻ പറഞ്ഞത് വീട്ടിൽ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് അലർജി 3 കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാം. നമ്മൾ കുട്ടിക്ക് അലർജി ഉണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അപ്പോൾ അലർജി എന്തൊക്കെ കാരണങ്ങളാണോ ഉണ്ടാകുന്നത്, പെറ്റ്സ് കാരണമാണെന്നുണ്ടെങ്കിൽ ആ പെറ്റ്സിനെ ഒഴിവാക്കുക. നമ്മളെ ബെഡ്ഷീറ്റും റൂമൊന്നും എക്സ്ട്രാ നമ്മൾ ക്ലീനിങ് ഇല്ല എന്നല്ല പറയുന്നത്. അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾ കുട്ടിക്ക് അടിയിലുണ്ടെങ്കിൽ കൂടി എക്സ്ട്രാ ക്ലീൻ ചെയ്യുക. റൂമൊക്കെ ഇടയ്ക്ക് തുറന്നിടുക, നല്ല സൂര്യപ്രകാശം ഉണ്ടാക്കുക. AC ഉപയോഗിക്കണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് AC ഉപയോഗിക്കണം, ഓക്കെ. അല്ലെങ്കിൽ രാത്രി എപ്പോഴെങ്കിലും AC ഇടുന്നതാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പകൽ എന്ത് ചെയ്യുക, നല്ല സൂര്യപ്രകാശം റൂമിൽ എത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇതാണ് ഫസ്റ്റ്. അതായത് നമുക്ക് അലർജി ഉണ്ടാക്കാൻ കാരണം, ഓരോ കുട്ടികൾക്കും അലർജി വരുന്നത് പല കാരണങ്ങളായിരിക്കും. ചിലപ്പോൾ തണുത്ത ഫുഡായിരിക്കും, ചിലപ്പോൾ തണുത്ത വെള്ളമായിരിക്കും, കാലാവസ്ഥ ആയിരിക്കും. അതിനനുസരിച്ച് കുട്ടീനെ അതിൽ നിന്നൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക. അതിനുവേണ്ടി രണ്ടാമതൊന്നെങ്കിൽ ചെയ്യുന്നത് ഒരു ചൂടുവെള്ളത്തിൽ നമ്മൾ സലൈൻ വാഷ് എന്ന് പറയും. ജസ്റ്റ് ഒന്ന് നമ്മൾ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് എന്ത് ചെയ്യുക, മൂക്കിൻ്റെ ഭാഗം ഇത് കഴുകുക. ഇതെന്ത് ചെയ്യുക, മൂക്ക് ഉപ്പ് വെള്ളം കൊണ്ട് വാഷ് ചെയ്യുക. ഇതെന്ത് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്പ്രേ ഒരു ബോട്ടിലാക്കിയിട്ട് അത് ഇങ്ങനെ ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് അങ്ങനെ വാഷ് ചെയ്താലും മതി. എങ്ങനെയെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക, അത് വാഷ് ചെയ്യുക. ഇതെന്ത് ചെയ്യും, നിങ്ങളുടെ കുട്ടിയുടെ അഡിനോയിഡിൻ്റെ സൈസ് കുറക്കാൻ സഹായിക്കും. ഇനി അടുത്തത് നമുക്ക് ആവി പിടിക്കുക. ആവി പിടിക്കുമ്പോൾ കുട്ടികളുടെ നമ്മൾ നല്ല ശ്രദ്ധിച്ച് ആവി പിടിക്കണം. നമ്മൾ കൂടെ ഇരുന്ന് തന്നെ ആവി പിടിക്കണം. കണ്ണ് തുറന്നൊന്നും ആവി പിടിക്കരുത്, കണ്ണിന് ഡ്രൈനസ് ഒക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടാകും. കുട്ടികളോട് കണ്ണടച്ച് നമ്മൾ കൂടെ ഇരുന്നിട്ട് തന്നെ പാകത്തെ ചൂട് അവരെ പൊള്ളിക്കാതെ എന്ത് ചെയ്യുക, അവരെ കൂടെ ഇരുന്ന് തന്നെ ആവി പിടിക്കുക. ഈ 3 കാര്യം ചെയ്താൽ നമുക്ക് അഡിനോയിഡിൻ്റെ സൈസ് ഒരു പരിധി വരെ കുറക്കാൻ കഴിയും. ഇനി നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ നോക്കണം, എന്തൊക്കെ ഭക്ഷണങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത് നമ്മൾ വെജിറ്റബിൾസ്, പച്ചക്കറികൾ, ഫ്രൂട്ട്സ് ഇതൊക്കെ നന്നായിട്ട് കൊടുക്കുക. കുട്ടിക്ക് ചൂടുവെള്ളം കൊടുക്കുക, നന്നായിട്ട് ഭക്ഷണങ്ങൾക്ക് കഴിപ്പിക്കുക. പിന്നെ ജങ്ക് ഫുഡ്സ്, ആവശ്യമില്ലാത്ത കരിച്ചത് പൊരിച്ചത് ഇതൊക്കെ ഒഴിവാക്കുക. പിന്നെ വൈറ്റമിൻ ഡി അടങ്ങിയ നല്ല വൈറ്റമിൻസ് ഉള്ള ഫുഡുകൾ കൊടുക്കുക. നമ്മൾ കുട്ടിക്ക് വൈറ്റമിൻസ് കിട്ടുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക.
എങ്ങനെ നിങ്ങളുടെ കുട്ടിക്ക് ജലദോഷമാണ് അഡിനോയിഡാണ് നമുക്ക് തിരിച്ചറിയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ഞാൻ പറയുന്നുണ്ടെന്ന്. അപ്പോൾ ജലദോഷം എന്ന് പറയുമ്പോൾ മൂക്കടപ്പുണ്ടാവും, രണ്ടിനും മൂക്കടപ്പുണ്ടാവും. പക്ഷേ ഇതിൻ്റെ മൂക്കടപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ മൂക്കടപ്പ് കാരണമുള്ള കൂർക്കം വലിയാണ് മെയിനാണ് നോക്കേണ്ടത്. ജലദോഷം കാരണം കൂർക്കം വലി എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരാഴ്ച അല്ലെങ്കിൽ ഏറിപ്പോയി ഒരു 1.5 ഉണ്ടാവുള്ളൂ. പക്ഷേ അഡിനോയിഡ് കാരണമുള്ള കൂർക്കം വലി എന്ന് പറയുന്നത് കുറേ ദിവസം ഉണ്ടാകും. കുട്ടി ശ്വാസം കിട്ടാതെ എണീക്കുന്നുണ്ടാവും. രണ്ടിലും ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നുണ്ടാവും. ജലദോഷം എന്ന് പറയുന്നത് മാറും, ഒരു ഗ്യാപ്പ് ഉണ്ടാവും. മറ്റേതെന്ന് പറയുന്നത് മാറാൻ വളരെ ഗ്യാപ്പ്, ഒരു ജലദോഷം മാറുമ്പോഴേക്കും അടുത്ത ജലദോഷം വരും. അങ്ങനെ ആയിരിക്കും അഡിനോയിഡ് ഉണ്ടാവുക. നമുക്ക് അഡിനോയിഡ് ഉണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയാം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അഡിനോയിഡ് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ടോർച്ച് അടിച്ച് നോക്കിയാലോ ഒന്നും നമ്മൾ അഡിനോയിഡ് കാണില്ല. ഒന്നെങ്കിൽ നമ്മൾ എക്സ്റേ എടുക്കണം. എക്സ്റേ ലാറ്ററൽ എക്സ്റേ എന്നാണ് പറയുക. ആ ലാറ്ററൽ എക്സ്റേ എടുക്കണം. ഇപ്പോൾ എൻഡോസ്കോപ്പി വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ CT സ്കാൻ. കൂടാതെ നമ്മൾ ഫസ്റ്റ് മെയിനായിട്ട് അഡിനോയിഡ് ഉണ്ടെന്ന് കൺഫേം ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും, ഏകദേശം എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ട്രീറ്റ്മെൻറ്റോ ഇതിനെക്കുറിച്ചുള്ള ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഫാസ്ല ജസാഖ്, ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.